ഞാൻ നാദറ. ഇപ്പോൾ കേരളമെമ്പാടും ഓണപ്പരിപാടിയിലും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ തിരുവനന്തപുരംകാർക്ക് നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മുഖങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട്. അവരുടെ ഓണവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ സോഷ്യൽ ഓണപ്പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ഭയങ്കര തകർത്ത് ഓണപ്പരിപാടിയിലാണ്. അവർ ചെണ്ടമേളമുണ്ട്, ഈ പറഞ്ഞ പോലെ മാവേലിയുണ്ട്. അവരെല്ലാവരും കേരള ട്രഡീഷണൽ വസ്ത്രത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? കമോൺ. നമസ്കാരം. അങ്ങനെ നിരന്തരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മുഖങ്ങളല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അല്ലേ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കുറേ മുഖങ്ങളുണ്ട്. നമ്മുടെ സാബുമാൻ എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപക്ഷെ ബിഗ് ബോസിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. മാത്രമല്ല ഇവിടെയുള്ള പലരെയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്ന ആൾക്കാരാണ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇവരെല്ലാവരും തിരുവനന്തപുരംകാരാ, ഞാനടക്കം തിരുവനന്തപുരംകാരിയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു അഹങ്കാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്ന റിയാസിക്കാണ്. റിയാസിക്കാർ നമുക്ക് ഈ പരിപാടിയെ പറ്റി നമുക്ക് ചോദിക്കാം. സോ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സിറ്റിയുടെ ഒരു ഇമോഷനാണ് ട്രിവാൻഡ്രം ഇൻഫ്ലുവൻസർ സർക്കിൾ. എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ എല്ലാ സിറ്റിയിലും ഇങ്ങനൊരു കൂട്ടായ്മയെന്ന്. ലൈക്ക് ഇപ്പോൾ നാദറ പറഞ്ഞ പോലെ ഓരോരോ മേഖല ഇൻഫ്ലുവൻസ് തെളിയിച്ചിട്ടുള്ള ഒരു കൂട്ടം ട്രിവാൻഡ്രം ഇൻഫ്ലുവൻസേഴ്സാണ് TIC എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇത് ഞങ്ങളെ 4ാമത്തെ ക്യാച്ചപ്പാണ്. സോ ഓണം ഞങ്ങൾ അടിപൊളിയായിട്ട് പൊളിക്കുകയാണ്. അനുശേഷിയുണ്ട്. അനുശേഷി ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ചേച്ചിയോട് ചോദിക്കാം വിശേഷം എന്താണ്? ഇത് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഒരു തുടക്കമാണ്. നമ്മളിവിടെ എല്ലാ ടീം മെമ്പേഴ്സും ഇല്ല, ഹയത്തുമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കൊലാബറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം ആൻഡ് വി ആർ വെരി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ട്രിവാൻഡ്രം ഇൻഫ്ലുവൻസർ സർക്കിൾ ആൻഡ് ബീങ് പാർട്ട് ഓഫ് എ ട്രിവാൻഡ്രം പേഴ്സൺ. എല്ലാ തവണയും നമ്മളുടെ ഈ ഒരു ഇൻഫ്ലുവൻസർ സർക്കിൾ കൂടുമ്പോഴേക്കും ഏറ്റവും വണ്ടർഫുൾ എന്താണെന്ന് വെച്ചാൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എന്നാൽ ഒത്തിരി ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ ഒരു മിക്സ് വരുമ്പോഴേക്കും വാട്ട് വി ടേക്ക് അവേ ഈസ് എക്സലൻറ്റ് എനർജി. പിള്ളേരുടെ എനർജി കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് പൊളിക്കണമെന്നൊക്കെ തോന്നാറുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് അച്ചീവ്മെന്റ്സ് ദാറ്റ് TIC ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ്. സാബുമോൻ എന്തെങ്കിലും ഒരു പാട്ടോ ഡാൻസോ ഒക്കെ ആകും എന്തായാലും കുറേ പാട്ടും ഡാൻസും കളിച്ചാൽ ഇനിയും കളിക്കുന്നതായിരിക്കും. നമ്മളെ പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? ബിഗ് ബോസിൽ പോലും വാ തുറന്നിട്ടില്ല ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ ചുറ്റുമുള്ള ആൾക്കാർ ഈ പറഞ്ഞ ആൾക്ക് മൈക്രോ തൊട്ട് വലിയ സംഖ്യകൾ വരെ ഫോളോവേഴ്സ് ഉള്ള മനുഷ്യരാണ്. പലരെയും നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ഹായ്, എൻ്റെ പേര് റോസ്മി ഷാജി. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം ലുലു ബ്യൂട്ടി ക്വീൻ ആയിരുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും. Hi, I'm Srinidhi Suresh. I'm the current Miss Kerala and I'm so happy to be a part of this vibrant group. Wishing you all a happy Onam. Hi everyone, I'm Pooja Nair. I'm a model and a content creator. I am part of Trivandrum Influencer Circle and I'm very proud of it. I'm very proud to be a Trivian. Hi, എൻ്റെ പേര് നാരായൺ മേനൻ എന്നാണ്. ട്രിവാൻഡ്രത്ത് ഒരു എൻ്റർപ്രനർ ആണ്. I'm so happy to be here to be very frank, to be a part of such a amazing people community. I'm a singer. ഞാൻ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. ആൻഡ് I'm just glad to be a part of this circle. And എന്താ പറയുക, ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ TICയുടെ ആദ്യത്തെ ഓണമാണ്. And I'm pretty sure everybody is having a good time. ഹായ്, ഞാൻ പ്രതാപാണ് എൻ്റെ പേര്. TIC ട്രിവാൻഡ്രം സർക്കിളിൻ്റെ ഭാഗമായി ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. Hi, this is me, Jasmine Sudhir. ഞാൻ ഹീലിംഗ് സ്പാൻ എന്ന് പറഞ്ഞൊരു ബയോഹാക്ക് സ്റ്റുഡിയോ റൺ ചെയ്യാണ്. ഇവിടെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ഇമോഷൻ, ഒരു വൈബാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് എന്ത് സംഭവിച്ചാലും, ലൈക്ക് പുതിയ ഹാപ്പനിങ്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്ത് സംഭവിച്ചാലും നിങ്ങൾ എല്ലാവരും കൂടുതലും അറിയുന്ന ഈ ഫേസസിലൂടെ ആയിരിക്കും. സോ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സോ സ്പെഷ്യലാണ്. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഹായ്, എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ സജിനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുകയാണ്. ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിൻ്റെ ഓണാഘോഷം നടക്കുകയാണ്. ന്യൂസ് 18 വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ. ഹായ്, മൈസെൽഫ് നന്ദന. ബൈ പ്രൊഫഷൻ ഞാനൊരു ഡയറ്റീഷ്യനാണ്. സോ ഹെൽത്ത് ഇസ് സംതിങ് വിച്ച് വി ഫോക്കസ് ഓൺ റൈറ്റ് നൗ. സോ ഫിറ്റ്നസ്, അപ്പോൾ അതിന് നമുക്കിപ്പോൾ സ്കിൻ ഹെൽത്ത് ആണെങ്കിലും എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡയറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വിച്ച് വി ഷുഡ് ലുക്ക് ഇൻ ടു. സോ ഐ ആം എ ഡയറ്റീഷ്യൻ ഹു ഹെൽപ്സ് ഇൻ ഓൾ ദിസ്. സോ വിഷിംഗ് എവരി ഹാപ്പി ഓണം. ഹായ്, എൻ്റെ പേര് മേഘ. ഞാൻ പോഡ്കാസ്റ്ററാണ്. ലൈഫ് ലൈൻ ബൈ മേഘ വീച്ച് എന്നാണ് എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ പേര്. ഐ എ വീഡിയോ പ്രസൻറ്റേറ്റർ ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ, ഓൾസോ ആൻ ആക്ട്രസ്. ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം ആഘോഷിക്കുന്ന ന്യൂസ് 18ൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വെരി ഹാപ്പി ഓണം. ഹായ്, മൈസെൽഫ് സുജിത് ഫ്രം എക്സൈറ്റഡ് ഇവൻറ്റ്സ്. ട്രിവാൻഡ്രം ഇവൻറ്റ് കമ്പനി നടത്തുകയാണ്. എക്സൈറ്റഡ് ഇവൻറ്റ്സ് എന്ന് പറയും. TIC നമുക്കൊരു ഇമോഷനാണ് ആക്ച്വലി.
എല്ലാ സപ്പോർട്ടും ഡെഫിനറ്റ്ലി ഉണ്ടാവും. ന്യൂസ് 8 എല്ലാ വ്യൂവേഴ്സിനും ഓണാശംസകൾ. സത്യം പറഞ്ഞ എനർജി കൂടിയതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് അറിയില്ല. ഇവിടെ ഓണത്തിൻ്റെ പുട്ടുകച്ചവടം നടത്തുന്ന ആൾക്കാർ ഇവരൊക്കെ ഭയങ്കര ബഹളമാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ആർപ്പോ വിളിയില്ലാതെ എന്തോ ഓണം. പക്ഷേ കൂട്ടത്തിൽ ആര് ആർപ്പോ വിളിക്കും? 1 2 3 സ്റ്റാർട്ട്. അപ്പം ആർപ്പ് വിളി കഴിഞ്ഞു. ആരും തളർന്നിട്ടില്ലല്ലോ. സത്യം പറഞ്ഞ സദ്യക്കുന്ന സമയമായി. വിശക്കുന്നുണ്ടോ? പക്ഷെ പറ്റില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചാൽ പോരെ. അതെ. അപ്പം അടുത്ത അജണ്ട എന്താണ്? പറഞ്ഞോ. അടുത്ത നമുക്ക് ഓണം ഗെയിംസിലോട്ട് പോവാം. ഇപ്പൊ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി തിരുവാതിരയിലേക്ക് എത്തിയല്ലേ. ഒരു പക്ഷെ തിരുവാതിര കളിക്കുന്നതിന് 2-3 ദിവസം മുന്നേ തന്നെ പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല. അതെ, ഇവര് അതെ നിഹാലയും ആദിത്യയും അല്ലേ. നിഹാലയും ഞാനും പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ത്രൂ പരിചയമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. ഒരു പക്ഷേ ഇവരെത്രയും പഠിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം ഇവരൊക്കെ പലരും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല. പ്രത്യേകിച്ച് ഇന്നൊരു ഒറ്റ ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ പേര് ആദിത്യ സുബ്ല, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമ്മൾ ഇവന്റ് പ്ലാൻ ചെയ്തപ്പോൾ രാവിലെ ഒരു 1 hour മുന്നേ പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് ആക്ച്വലി. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഇവർ പഠിച്ചു കഴിഞ്ഞോ എന്നുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 പേര് ആഡായി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും. നിഹാല എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രത്യേകിച്ച് ഡാൻസ് പഠിപ്പിക്കാൻ വലിയ പ്രയാസമായിരിക്കും അല്ലേ? അല്ല, ഡാൻസ് മെയിൻലി സുബിയാണ് പഠിപ്പിച്ചത്. ഞാൻ ഗെയിംസ് ഒരു 3 ഗെയിംസ് അറേഞ്ച് ചെയ്യാൻ അങ്ങനെ മെയിൻലി ഞാൻ ഗെയിംസും സുബി ഡാൻസും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ ഒരു വലിയൊരു വിശേഷം എന്നുള്ളത് ഇവരെ സംബന്ധിച്ചൊരു ഫാമിലി ഗ്യാതറിംഗ് പോലെയാണ് അല്ലേ. പലരും പരിചയമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രത്യേകിച്ച് അടുത്തടുത്ത് താമസിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും. കാരണം ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ലൊക്കേഷനകത്താണല്ലോ പെടുന്നത്. മാത്രമല്ല ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ് നിങ്ങളുടെ. നമ്മളിത് ഈ ഒരു പ്രോഗ്രാംസിൻ്റെ ചാർട്ട് ഇട്ടപ്പോഴേ ആദ്യം ഗ്രൂപ്പ് നോമിനേറ്റ് ചെയ്താണ് ഇവരുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പം റിയാസിക്കയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് താങ്ക്സ് കൊടുക്കുന്ന പ്രധാന കാര്യം ഇവർ രാവിലെ എത്തി ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തിരുവാതിര കണ്ടാലോ? കം ഓൺ. ഒരു മണിക്കൂർ പോലും സമയം കിട്ടിയിട്ടില്ല ഇത് പഠിക്കാനായിട്ട്. പക്ഷേ ഇവർ നന്നായിട്ട് കളിച്ചു. ഇനി ഇവിടെ ഉള്ളത് ഓണക്കളികളാണ് അല്ലേ. ഇനിയിപ്പോൾ ഒത്തിരി ഗെയിംസ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സസ്പെൻസ് ആണ് ഗെയിംസ് ഒക്കെ. അപ്പോൾ ഗെയിംസ് കണ്ടിട്ടില്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടാൽ പോരെ, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനുണ്ടോ സമയം? ഇല്ല, ഞാനും കൂടെ നമ്മൾ ഓൾറെഡി എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല നീഹ? അപ്പോൾ നമുക്ക് എന്നാ ഫസ്റ്റ് ഓണക്കളിയിലേക്ക് പോയാലോ? അപ്പോൾ ഈ മീറ്റപ്പിൻ്റെ ആദ്യത്തെ ഓണക്കളിയാണ് ഇതാ ഇപ്പോൾ കാണാൻ പോകുന്നത്. നിരന്ന് നിൽക്കുന്നുണ്ട്. ഇവർ 3-4 ടീമായിട്ട് തിരഞ്ഞെടുത്തായിരുന്നു അല്ലേ. പല ടീമിനും പല പേരെന്തൊക്കെയായിരുന്നു? കൊമ്പൻസ്, കൊലമാസ്, ത്രിഫ്ലുവൻസ്, നീലി. ഓക്കെ, അതിൽ ഞാൻ 3ാമത്തെ ടീമിലുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരു വന്ന ആങ്കർ ഡാൻസ് കളിക്കുന്നു, ഗെയിമിൻ്റെ ഭാഗമാവുന്നു, ഇനിയിപ്പോൾ സദ്യയും കൂടെ കഴിച്ചിട്ട് ഇപ്പോൾ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഇവരുടെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഗെയിം എന്താണ്? ഫസ്റ്റ് ഗെയിം പാസിംഗ് ദി ഡാൻസ് സ്റ്റെപ്സ്. അതായത് ഫസ്റ്റ് പേഴ്സണ് നമ്മൾ ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. നമ്മൾ പാസിംഗ് ദി മെസ്സേജ് പോലെ തെറ്റാണ്ട് ലാസ്റ്റ് വരെ എത്തിക്കണം. ഒരു ഫൺ ഗെയിമാണ്. ചൈനീസ് വിസ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു പോകുന്നത് അതുപോലെ ഒരു സംഭവം, പക്ഷെ ഡാൻസ് വെച്ച്. ഏതെങ്കിലും ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇത്? ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ ടാസ്ക് എന്നുള്ളതാണ്. അതെ, കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പോകുന്ന പൂരം കണ്ടറിയോ? അതെ, കാണാം.
ഹലോ ഗൈസ്, അപ്പം എന്തായാലും എല്ലാവരും വിശന്നിരിക്കുകയല്ലേ, അധികം വയറ് ചാടിയിട്ടുണ്ടാവൂല. അപ്പം നമ്മൾ മെലിഞ്ഞിരിക്കുന്ന സമയമല്ലേ, അപ്പം ഇപ്പം ചെയ്തിട്ടേ കാര്യമുള്ളൂ ഫാഷൻ ഷോ. ന്യൂസ് 18 പ്രേക്ഷകർക്ക് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇവർ തരാണ്. ഇവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഫാഷൻ ഷോ, അതും നിങ്ങളുടെ ടീമിലെ തന്നെ ഒരു പേരിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് മെയിലും ഫീമെയിലും ആകണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഭയങ്കര പുരോഗമനവാദികളാണല്ലോ. അപ്പോൾ 2 സ്ത്രീകളാകാം, 2 പുരുഷന്മാരാവാം, അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആവാം. അപ്പം നിങ്ങൾ തന്നെ തീരുമാനിച്ച് 2 പേര് വെച്ചിട്ട് ഓരോ ടീമിൽ നിന്നും ഫാഷൻ ഷോ. ഓണത്തിന് ഓണസദ്യ ഇല്ലാതെ എന്ത് ഓണം എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അത് ഉറപ്പായിട്ടും ഓണസദ്യ ഉണ്ടാകും. നമ്മളിപ്പോൾ ഉള്ളത് ഹയാത്തിലാണല്ലോ. അപ്പോൾ ഇവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓണസദ്യ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ എന്താണെന്നുള്ളത്. ഹലോ, ഹായ്. ഭക്ഷണം കഴിക്കുന്നിടയിൽ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്നുള്ളൊരു ടോക്കുണ്ട്. എങ്കിൽ പോലും എങ്ങനെയുണ്ട് നമ്മൾ ഹയാത്തിൻ്റെ ഫുഡല്ലേ? അടിപൊളി സദ്യ അല്ലേ? ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊരു 4 കഴിഞ്ഞു കേട്ടോ. അതെ, പക്ഷെ എന്തുകൊണ്ടായിരിക്കും സദ്യയിൽ ആദ്യം നമ്മൾ ചിപ്സും കായ വറുത്തതൊക്കെ കഴിക്കണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമുണ്ടോ? സ്റ്റാർട്ടേഴ്സ് ഇഞ്ചിക്കറി, അത് കാരണം ഇത്രയും കഴിച്ചു കഴിഞ്ഞിട്ട് ഡൈജഷൻ നന്നായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിക്കറി കഴിക്കണം. അതൊരു തർക്കമില്ല. പായസമല്ല അവസാനം കുടിക്കേണ്ടേ? ഇഞ്ചിയും കൂടെ കഴിക്കണം, ഇഞ്ചിക്കറിയും കൂടെ കഴിക്കണം. അവിടെ പിന്നെയും തർക്കമുണ്ട്. രസവും മോരൊക്കെ പിന്നെ അവസാനമല്ലേ വരുന്നത്. ആകെ കൺഫ്യൂഷനായി, വേണ്ട. നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സദ്യ കിട്ടുക കഴിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 3-4 പായസം ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. നിങ്ങളൊക്കെ ബോഡി നോക്കുന്ന ഇൻഫ്ലുവൻസേഴ്സും കൂടെ അല്ലേ? സദ്യ കഴിക്കുമ്പോൾ നോക്കാറില്ല. അതിസുന്ദരികളായുള്ള ഒത്തിരി പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസിങ് ആ സ്പേസിലെ കണ്ടന്റ് ക്രിയേഷനൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് സദ്യയാണോ? സദ്യയിൽ ഡയറ്റ് ഒന്നുമില്ല. ഏറ്റവും സമ്പൂർണ്ണമായ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരിതാണ് നമ്മുടെ കേരള സദ്യ എന്ന് പറയുമ്പോൾ. അത് അങ്ങ് ആസ്വദിച്ച് കഴിക്കുക. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാ? എനിക്ക് ഇഞ്ചിക്കറി, മാങ്ങ, ഇതെല്ലാം ഫേവറേറ്റ്. ഓരോന്നോട്ട് ആവിയാൽ വളരെ പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്ന മറ്റൊരാളെ നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പറ്റും. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാ? എന്തുകൊണ്ടാണെന്ന് കൂടെ പറയണം, വിശദമായിട്ട് കാരണം പറയണം. എനിക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. നാച്ചുറൽ ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ആവും. ഓക്കെ, നമ്മുടെ കൂടെ ഒരു സംഗീത അധ്യാപികയുണ്ട്. ഒരു 2 വരി പാട്ട് ഇപ്പം പാടാൻ പറഞ്ഞ പാടോ? വിശപ്പിന്റെ വിളിയായിരിക്കും. കുഴപ്പമില്ല, ഒരു 2 വരി, ഒരു ഓണപ്പാട്ടായാലോ? ഒരു ഓണപ്പാട്ട് 2 വരി പാട്ട് നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേച്ചി പാടുന്നതായിരിക്കും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഇതൊരു കുടുംബമാണ്, ട്രിവാൻഡ്രം ഇൻഫ്ലുവൻസേഴ്സ്. അത് എടുത്തു പറയേണ്ടത് ഇവരൊരു ഫാമിലി ഗാദറിംഗ് പോലെയാണ്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാ മാസവും ഒത്തുകൂടുന്ന ഒരു സംഘടന കൂടിയാണ്. എല്ലാ മാസവും നമ്മൾ 1 ഓഫ് ദ ഇവൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുമുണ്ട്. മാത്രമല്ല ഒരേ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡിഫറെൻ്റ് ആളുകൾ ഇവിടെ പങ്കെടുക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു സൗന്ദര്യം ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബുട്ടീക്കുള്ള ആൾക്കാരുണ്ട്, പാർലേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്, ഇൻസ്റ്റയിൽ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി ഏതായിരുന്നു മേഖല? ഞാൻ അഹം ഡിസൈനർ ബുട്ടീക്കാണ്, അതിൻ്റെ ഫൗണ്ടറാണ് ആൻഡ് ക്രിയേറ്റീവ് ഡിസൈനറുമാണ്. തിരുവനന്തപുരംകാർക്ക് നല്ല പരിചയമുള്ളൊരു ഷോപ്പ് കൂടിയാണ് അഹത്തിൻ്റെ ശാസ്തമംഗലം അല്ലേ? ഓക്കെ. ചേച്ചിയോ?
എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഹീലിംഗ് സ്വാൻ എന്ന് പറഞ്ഞിട്ടൊരു ബയോഹാക് സ്റ്റുഡിയോ റൺ ചെയ്യുന്നത്. ഇത് പിന്നെ ഫസ്റ്റ് സദ്യ ഓഫ് ദ സീസൺ ആണ്. പക്ഷേ ഓണം കഴിയുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു 3-4 കിലോ കൂടുമായിരിക്കും. എന്നാലും അത് സാരമില്ല. പിന്നെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു പക്ഷേ ഇപ്പം ഇൻസ്റ്റാഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ കുറച്ച് അവസരങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇത് പുതിയതല്ല, നല്ല വഴക്കമുണ്ടെന്നൊക്കെ. അത്ര വഴക്കമൊന്നുമില്ല. ഹായ്, ഐ എം രേവതി ജാൻബാബു. ഐ എം എ ഡിസൈനർ. എനിക്ക് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ബൊട്ടീക്സ് ഉണ്ട്. ഹലോ, ഞങ്ങള് ടീച്ചറും കൂടിയാണ് കേട്ടോ. അതെ, മൈസെൽഫ് നന്ദന, ഞാൻ ഡയറ്റീഷ്യനാണ്. അതെ. അപ്പോൾ ഡയറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓണസദ്യയിൽ എന്തെങ്കിലും ഒഴിവാക്കാൻ ഒരു അവസരം കിട്ടി, എന്തായിരിക്കും ഒഴിവാക്കുക? പായസം. പായസം ഒഴിവാക്കുമോ? ഇനിയിപ്പോൾ ഒരു പക്ഷെ പോകുന്ന സമയത്ത് ആള് ജീവനോട് ഉണ്ടാവും എന്നുള്ള സംശയം കൂടിയുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഓടിച്ചിട്ട് അടിക്കുമായിരിക്കും. കാരണം പായസം സദ്യ എന്ന് പറയുന്നത് എല്ലാ ന്യൂട്രീഷൻ അടങ്ങിയ ഒരു ഫുഡ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പായസമൊക്കെ ഒന്നും 3 പായസം ഉണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ ഡയറ്റീഷ്യനോട് ഒരു ചോദ്യം, ഏത് പായസമാണ് ഫേവറേറ്റ്? ഓക്കെ, പാൽപ്പായസം. പാൽപ്പായസം കഴിക്കുന്ന ആള് തന്നെയാണ്. പായസം എന്ന് പറയുന്നത് ട്രിവാൻഡ്രംകാരുടെ ഒരു വികാരമാണല്ലോ. ബോളിയും പായസം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ എന്തായാലും ബോളിയും പായസം ഉണ്ട്. നമുക്ക് മറ്റു ജില്ലയിൽ പോയി കാണാൻ പറ്റാത്തൊരു കാര്യം കൂടെയാണ് ബോളിയും പായസം. ഹലോ സാബുമാൻ, എന്തുണ്ട്, സുഖമാണോ? ഇപ്പം തന്നെ സദ്യയിൽ ചോറ് എത്തിയിട്ടില്ല, മറ്റു കറികളൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും പകുതി കറികളോട് അവസാനിച്ചു എന്നുള്ളതാണ്. സാബുമാൻ, ഇത് ഏറ്റവും ഫേവറേറ്റ് കറി എന്താ? എനിക്ക് ചോറും പരിപ്പും പപ്പടമാണ് ആദ്യത്തെ, അതാണ് ഏറ്റവും ഫേവറേറ്റ്. പായസം? പായസം എനിക്ക് ബോളിയും പാൽപ്പായസവും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തിരുവനന്തപുരംകാരുടെ ഒരു പ്രത്യേക അഹങ്കാരവും കൂടിയാണ് ബോളിയും പായസം എന്നൊക്കെയുള്ള. ഹലോ ക്യൂട്ടി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം എന്തായാലും കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞിട്ടും ഉണ്ടാവും ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന്. ഈ സൗന്ദര്യത്തിൻ്റെ ഒരു 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 കാരണം എന്നുള്ളത് എൻ്റെ ഫാമിലിയുമായി അച്ഛനും അമ്മയും ആൻഡ് ദർ ജെനറ്റിക്സ്. കോസ്റ്റ്യൂം ഒക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളാണോ? ആക്ച്വലി ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഡിസൈൻ. പക്ഷെ ഞാനല്ല സ്റ്റിച്ച് ചെയ്തത്. ഇൻസ്റ്റയിൽ ഏത് കണ്ടന്റാണ് കൂടുതലും ചെയ്യണേ? ഐ ഡു മോസ്റ്റ്ലി ലൈഫ് സ്റ്റൈൽ, ട്രാവൽ, ഫാഷൻ, മേക്കപ്പ് എല്ലാം ചെയ്യും. സത്യം പറഞ്ഞാൽ ഐ ലൈക്ക് ടു കവർ എവറിത്തിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി സ്റ്റക്ക് ടു വൺ. ഹലോ, ഇപ്പം തന്നെ തുടങ്ങാറായോ? ഇല്ലല്ലേ? ഓക്കെ, ഇനി ചോറ് വരാൻ വെയിറ്റ് ആക്കും. സത്യം പറഞ്ഞാൽ ഇവർ ചോറ് വരാൻ വെയിറ്റ് ചെയ്തു എന്ന് പറയുന്നത് കള്ളമാണ്. ഞാൻ വരാൻ വെയിറ്റ് ചെയ്യണം അല്ലേ? ഞാനും കൂടെ വന്നിരുന്നിട്ട് കഴിക്കുന്നല്ലേ? അതത്രേ ഉള്ളൂ, ചേച്ചി വന്നിട്ട് കഴിക്കും. എന്ത് കണ്ടന്റാ സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്യുന്നത്? ഞാൻ പോഡ്കാസ്റ്ററാണ്, പിന്നെ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാമായ ഈ സംഘടനയുടെ നെടുന്നൂടെന്നൊക്കെ എല്ലാവരും പറയുന്നത് നിഹാലയെ പറ്റിയാണ്. അതെന്താ അങ്ങനെ ഒരു കാര്യം? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഫസ്റ്റത്തെ ഓണസദ്യയാണ് ഇത്? ഈ സീസണിലെ ഫസ്റ്റ് ഓണസദ്യയാണ്. ഇനി അങ്ങോട്ട് ഫുൾ സദ്യകളാവട്ടെ. സദ്യയുടെ ആളാണോ അതോ ബിരിയാണി ഇല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ കണക്ക് മന്തിയൊക്കെയാണ് ഏറ്റവും ഇഷ്ടം? ബിരിയാണി ഇഷ്ടമല്ല, മന്തി ഇഷ്ടമാണ്. ഇനി ഇവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഇപ്പുറത്തും കുറച്ച് പേരുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ. ഓ, ചോറ് വരാത്തതിന്റെ വിഷമത്തിലാണ്. വിഷമത്തിലാണ്. വെരി ഹംഗ്രി. നമുക്ക് തൊട്ടടുത്തതിന് ഒരു പക്ഷേ നമ്മൾ മലയാള സിനിമയിലൊക്കെ അപരൻ എന്നൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ടോവിനോട് ഏറ്റവും പുതിയ ചിത്രത്തിലെ നായികയെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലേ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? നോട്ട് കയാഡു, പക്ഷെ വേറെ ആക്ട്രസസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പറയൂ. ഏത് ആക്ട്രസിനെ പോലെ ഇരിക്കുന്നു പറഞ്ഞു സ്വയം പറഞ്ഞോളൂ. അപ്പം ട്രോൾ ഇട്ടാൽ എളുപ്പമായിരിക്കും. ഐ ഹവ് ഹേർഡ് മഞ്ജു വാര്യർ മെയിൻലി ഫോർ ദ വോയിസ്. മഞ്ജു വാര്യറിനെ കേട്ടിട്ടുണ്ട്. പിന്നെ യോധയിലെ മധുബാല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഗായത്രി സുരേഷ് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ പേരെന്തായിരുന്നു? ഇനി ഇത് നമ്മൾ ന്യൂസ് 18 പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ പറയുക ഈ പുള്ളിക്കാരിയെ കാണാൻ ആരെ പോലെ ഉണ്ടെന്ന്. താഴെ കമന്റ് ഇട്ടാൽ മതി. ഹലോ, ഹൈ. ഫസ്റ്റ് ഓണസദ്യയാണ് ഇപ്രാവശ്യത്തെ അടുത്ത ഓണസദ്യയാണ്. ഇതിലെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള കറി ഏതാ? എനിക്ക് തോന്നുന്നു മിക്കവാറും മാങ്ങ തന്നെയായിരിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. അതിന് പ്രത്യേക നൊസ്റ്റാലജി? പൊതുവെ മാങ്ങാച്ചാർ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ നമ്മുടെ ഈ സംഘടനയുടെ എല്ലാമായി അഖിലേട്ടടുത്ത് ചോദിക്കാം. മാരീഡ് ആണോ? അതെ, മാരീഡ് ആണ്. വൈഫിനെ കൊണ്ടുവരാത്ത എന്തേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വൈഫിനെ ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ വരാറില്ല. ഞാൻ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഒറ്റയ്ക്ക് ഇട്ടേക്കുക. പുള്ളിക്കാരി ഒരു മോഡലാണ്, അപ്പോൾ ഇന്ന് ഷൂട്ടുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഇവിടുത്തെ ഹയാത്തിലെ ഓണസദ്യയല്ലേ ഇത്? അതെ അതെ, ഹയാത്തിലെ ഓണസദ്യ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ ഒരു നീറ്റ്നെസ്സും ഭംഗിയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ടേബിളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്തവണത്തെ ആദ്യത്തെ ഓണസദ്യ അല്ലേ? അല്ല, ഇതെൻ്റെ രണ്ടാമത്തെ ഓണസദ്യയാണ്. ഹയാത്തിലെ സദ്യ നല്ല സദ്യ, ഞാൻ കഴിഞ്ഞ വർഷവും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് സദ്യയാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഹയാത്തിലെ ഓണസദ്യയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് എല്ലാ ടൈപ്പ് പച്ചക്കറികളും ഉണ്ടാവുന്ന ഒരു പ്ലേറ്റ് കൂടിയാണ് അല്ലേ റിയാസിക്ക? അതാ ചോറ് എത്തിക്കഴിഞ്ഞു ഗൈസ്, ചോറ് എത്തിക്കഴിഞ്ഞു. എന്താണ് ഫേവറേറ്റ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് ഡിഷ് എന്നുള്ളത്? സദ്യയിൽ ഏറ്റവും നല്ല സദ്യ കിട്ടുന്ന സ്ഥലം തിരുവിതാംകൂറിലാണ്, തിരുവനന്തപുരത്താണ്. അപ്പം ഹയാത്തിലെ ഈ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല വട ഇട്ടിട്ടുള്ളൊരു കൂട്ടുകറിയുണ്ട്.
വട അകത്ത് മിക്സ് ചെയ്തിട്ടുള്ള അതും തിരുവനന്തപുരം സംശയം ഈ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന കറിയല്ലേ? കറിയാണ്. തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന കുറേ കറികളുണ്ട്. അതിൽ വട ഇട്ടിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു 360 ദിവസവും സദ്യ കിട്ടുന്ന കടകളുണ്ട്. കാര്യം അത്രയും ഡിമാൻഡാണ്. തിരുവനന്തപുരം സദ്യ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. എന്നാലും ചെറിയൊരു സംശയം, മന്തിയോർ സദ്യ സദ്യ ഒരു സംശയമില്ല. അത്രയേ ഉള്ളൂ, അത് അത്രയേ ഉള്ളൂ. ഹലോ ഹായ്, വളരെ സൈലന്റ് ആണ്. എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലൊക്കെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഇൻട്രോവേർട്ടൊക്കെ ആണോ? അത്ര ഇൻട്രോവേർട്ട് അല്ല, എന്നാലും കണ്ടു കഴിഞ്ഞാൽ ഇൻട്രോട്ടൊന്നും. അതെ അതെ, ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് വളരെ പാവമായിട്ട് വളരെ നല്ല ക്യൂട്ട് സ്മൈലാട്ടോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സദ്യയാണോ? ഫസ്റ്റ് സദ്യയാണ് ഇൻഫ്ലുവൻസർ ടീമുമായിട്ട്. അതെ. അപ്പം ഈ വർഷം കുറേ സദ്യകൾ കഴിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ടായിട്ട് ഓടിച്ചാടിയൊക്കെ നടക്കും ഇവിടെ. എവിടെ നോക്കിയാലും പുള്ളിക്കാരനെ കാണാൻ പറ്റും അല്ലേ? എന്താണ് അതിന്റെ രഹസ്യം? അത് പേരങ്ങനെയാണ്, നാരായണൻ. എല്ലായിടത്തും കാണും. നാരായണന്റെ അർത്ഥം ഓടിച്ചാടി നടക്കുന്നു എന്നാണോ? എങ്ങനെയുണ്ട് സദ്യ? അടിപൊളിയല്ലേ, ഹയാത്തിൻ്റെ അല്ലേ, സൂപ്പർ അല്ലേ. അത് നമ്മൾ എടുത്തവര് ഹയാത്തിൻ്റെ എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു ഭംഗി നമുക്ക് വളരെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ കാരണം നമുക്ക് ഫസ്റ്റ് നമ്മൾ മനസ്സും ഈ കണ്ടും നിറഞ്ഞുന്ന സംഭവം ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി അറിയാം. സുൽത്താൻ പേപ്പർ പറയുന്ന എനിക്ക് ഷെഫിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാൻ അവസരം കിട്ടിയാൽ കൂട്ടിക്കൊണ്ടുപോകും ഉറപ്പായിട്ടും. അതിൻ്റെ ടേസ്റ്റ്, ഇവരുടെ സദ്യയുടെ ടേസ്റ്റ് പറയേണ്ടത് തന്നെയാണ്. ഹയത്തിന് വന്ന് നമ്മുടെ ഫസ്റ്റ് ഓണം സദ്യ കഴിക്കാൻ പറ്റിയതിന് വെരി ഗ്രേറ്റ്ഫുൾ. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. അത്രേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. കാരണം എടുത്തു പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് ഞാനും അഭിപ്രായം പറയുന്നതായിരിക്കും. സദ്യ കഴിക്കുമ്പോൾ ആരും ശല്യപ്പെടുത്തരുതാണ് പൊതുവേ പറയാറ്, പക്ഷേ ഞാൻ നന്നായിട്ട് ശല്യപ്പെടുത്തി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ചു. ഓണസദ്യ കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഷെഫിന് നമുക്ക് പരിചയപ്പെടേണ്ട അവസരം കിട്ടി. നമ്മളിപ്പോൾ ഹയാത്തിലാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഒന്നിൻ്റെ മേലിലല്ല എന്നുള്ളതാണ്. ഷെഫ് കാർത്തിക് എന്നാണ് പേര്, തമിഴ്നാട് സ്വദേശിയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? It's a great experience. Thanks for having you here. It's a great pleasure to host you. So I hope you enjoyed the food. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഹയാത്തിൽ ഒരു ഗ്രാൻഡ് സദ്യ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് 3 കൂട്ടം പായസം, തിരുവനന്തപുരംകാരുടെ പ്രത്യേക അഹങ്കാരമായ ബോളിയും പായസം അടക്കം ഉണ്ടെന്നുള്ളതാണ്. Usually we are serving 3 varieties of payasam, and especially this year we are doing Ilanir payasam, so which is our iconic dish in our one of the Sadhya desserts. So definitely please come and enjoy. Definitely everybody will love it. അപ്പോൾ ഹയാത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയും കൂടെ ആണല്ലേ ഒരു പക്ഷേ? Exactly, definitely everybody will love it. And apart from that, that preparation how we making in our kitchen also in a very hygienic way, and it's not so heavy and not we are spreading too much of masalas. Everything will be, everybody will love it. അതാണ് എടുത്തു പറയേണ്ട. മസാലാസ് ഒന്നും ഒന്നിന് മേലിലായിരുന്നില്ല, പായസമൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മധുരം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തവണത്തെ ഓണസദ്യ ഹയാത്തിനോടൊപ്പം ആഘോഷിക്കാനോ കഴിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരിക. നമ്മുടെ ഷെഫ് കാർത്തിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം തന്നെ ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡു ചെക്ക് ഇറ്റ്. ഓണപരിപാടികൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് വെറും തുടക്കം മാത്രം. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഈ മീറ്റപ്പിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.